ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ഈ പുഡിങ്ങിന് ജലറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യം ഇതിനായി നമുക്കൊരു ക്യാരറ്റ് ഹൽവ ചെയ്യണം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് ഈ ഗീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ നന്നായിട്ട് വാടി വന്നു. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഷുഗർ എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് 1/4 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാലെല്ലാം വറ്റി നമ്മൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. ഏകദേശം ഒരു 10 മിനിറ്റ് സമയമെടുക്കും ഈ പാലൊന്ന് വറ്റി വരാനായിട്ട്. പാലെല്ലാം വറ്റിയിട്ടുണ്ട്. ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. നെക്സ്റ്റ് ലെയർ റെഡിയാക്കാം. അതിനായി 1.5 കപ്പ് പാല് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തത് കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിത് അരിച്ച് വേറൊരു ബൗളിലോട്ട് മാറ്റാം. നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പ് എടുക്കാം, പുഡിംഗ് ബൗൾ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിലേക്ക് ആദ്യത്തെ ലെയർ ക്യാരറ്റ് ഹൽവ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ലെയറായിട്ട് മിൽക്ക് പുഡിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് കൂടെ ആഡ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 3 മണിക്കൂർ തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യണം. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.